ജലീൽ. പ്രധാന വാർത്തകൾ. ക്ലാസ് പിടിഎൽ മിടുക്കർക്ക് മെഡലാദരം. സൗഹൃദ ദിനത്തിൽ ചെങ്ങാതിക്കൊത്തായി നൽകി സാൻ ഫ്രാൻസിസ് യുപി സ്കൂൾ വിദ്യാർത്ഥികൾ. റേഡിയോ നെല്ലിക്ക ഉൾപ്പെടുത്തിക്കൊണ്ട് വീണ്ടും പ്രക്ഷേപണം ആരംഭിച്ച് സാൻ ഫ്രാൻസിസ് യുപി സ്കൂളിന്റെ സ്വന്തം FM 24.274. ചിക്കൻ ബിരിയാണിയോടെ പുതുക്കിയ ഉച്ചഭക്ഷണ മെനു ഉദ്ഘാടനം. വാർത്തകൾ വിശദമായി. ഓഗസ്റ്റ് 1 വെള്ളിയാഴ്ച നടന്ന പ്രഥമ ക്ലാസ് പിടിഎ രക്ഷിതാക്കളുടെ സജീവ സാന്നിധ്യം കൊണ്ട് ശ്രദ്ധേയമായി. മുട്ട പരീക്ഷയിൽ 1ഉം 2ഉം സ്ഥാനങ്ങൾ ലഭിച്ചവർക്ക് അന്നേ ദിവസം ബാഡ്ജുകൾ നൽകി. പുതിയ അക്കാദമി വർഷത്തിലെ പ്രവർത്തനങ്ങളുടെ ചർച്ചയോടെ മീറ്റിംഗ് പിരിഞ്ഞു. വൃക്ഷവൽക്കരണ ക്യാമ്പയിന്റെ ഭാഗമായി ഓഗസ്റ്റ് 4 തിങ്കളാഴ്ച ചിങ്ങാതിക്കൊത്തി പദ്ധതി വടക്കേക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ നബീൽ NMK HM ശ്രീമതി ബിജു ടീച്ചർക്ക് ഫലവൃക്ഷത്തൈ നൽകി ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ അസംബ്ലിയിൽ വെച്ചു നടന്ന ചടങ്ങിൽ വാർഡ് മെമ്പർ ശ്രീമതി പ്രീതി ബാബു, PTA വൈസ് പ്രസിഡന്റ് രമേശ് ചേമ്പിലിനും ഹരിത കേരള മിഷൻ കോർഡിനേറ്റർ ശ്രീ വൈഷ്ണവ്, ഹരിത ക്ലബ് ലീഡർ മുഹമ്മദ് നജാദിനും വൃക്ഷത്തൈകൾ നൽകി. സൗഹൃദം മഹാവൃക്ഷമായി വളരട്ടെ എന്ന സന്ദേശം ഹരിത കേരള മിഷൻ കോർഡിനേറ്റർ പങ്കുവച്ചതിനെ തുടർന്ന് വിദ്യാർത്ഥികൾ കൊണ്ടുവന്ന ഫലവൃക്ഷത്തൈകൾ തങ്ങളുടെ സുഹൃത്തുക്കൾക്ക് കൈമാറിയത് കുട്ടികൾക്ക് പുത്തൻ അനുഭവമായിരുന്നു. സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ സംരംഭമായ റേഡിയോ നെല്ലിക്കയിലെ പ്രോഗ്രാമുകൾ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് സാൻ ഫ്രാൻസിസ് യുപി സ്കൂളിൽ FM 24.274 വെള്ളിയാഴ്ച വീണ്ടും പ്രക്ഷേപണം ആരംഭിച്ചു. കഴിഞ്ഞ അക്കാദമി വർഷം ആരംഭിച്ച 100 കർമ്മ പരിപാടികളിൽ ഒന്നായ FM റേഡിയോക്ക് കുട്ടികളുടെ വൻ പിന്തുണയാണ് ലഭിച്ചത്. വിദ്യാർത്ഥികൾ തന്നെയാണ് റേഡിയോ ജോക്കികളായി പരിപാടികൾ അവതരിപ്പിച്ചു വരുന്നത്. വിദ്യാഭ്യാസ വകുപ്പിന്റെ പുതുക്കിയ ഉച്ചഭക്ഷണ മെനു ചിക്കൻ ബിരിയാണി നൽകിക്കൊണ്ട് ഉദ്ഘാടനം ചെയ്തിരിക്കുകയാണ് സാൻ ഫ്രാൻസിസ് യുപി സ്കൂളിൽ. ഉച്ചഭക്ഷണ വിഭവങ്ങളുടെ രുചിയും ഗുണവും വിലയിരുത്താനും വിഭവങ്ങൾ ഏതൊക്കെയെന്ന് ആസൂത്രണം ചെയ്യാനും വേണ്ടി എല്ലാ ക്ലാസുകളിൽ നിന്നും വിദ്യാർത്ഥി പ്രതിനിധികളെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഓഗസ്റ്റ് 5 നടന്ന മീറ്റിംഗിൽ ഉച്ചഭക്ഷണ കമ്മിറ്റി വിപുലീകരിക്കുകയുണ്ടായി. യുദ്ധവിരുദ്ധ പോസ്റ്ററുകൾ ഉയർത്തിക്കാട്ടിയും മുദ്രാവാക്യങ്ങൾ വിളിച്ചും യുദ്ധങ്ങൾക്കെതിരെ ശബ്ദമുയർത്തി വിദ്യാർത്ഥികൾ ഓഗസ്റ്റ് 6 ഹിരോഷിമ ദിനം ആഘോഷിച്ചു. സമാപിച്ചു. നന്ദി, നമസ്കാരം.